ഞാലിയാകുഴി റോഡ്, ആ റോഡിന്റെ സൈഡ് താർക്കെന്ന് മനസ്സിലാക്കാം. കാരണം പൈപ്പ് ഇടുന്നത് സൈഡ് തകർത്താണ്, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടാണ്. റോഡിന്റെ നടുക്ക് തകർന്ന് കിടന്നിട്ട് ആ റോഡ് ഒന്ന് നന്നാക്കാൻ 3 പ്രാവശ്യം എനിക്ക് വാക്ക് വന്നു. ഏറ്റവും അവസാനത്തെ വാക്ക് കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സമരത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. ഏറ്റവും അവസാനം കൂടെ വാക്ക് വന്നു. ഇതുവരെ ആ റോഡ് അങ്ങനെ തന്നെ റോഡിന്റെ നടുക്ക് തകർന്ന് കിടക്കുക. ആര് പറയും? ആരോട് ഉത്തരം പറയും? ജനങ്ങൾ എന്നോടാ ചോദിക്കുന്നത്. ഞാൻ പലതവണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങളത് ചെയ്യണം. കാരണം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ആ തരത്തിൽ ആ റോഡ് തകർന്നു കിടക്കുന്നു. തോടക്കാട് പെരുമ്പരച്ചി റോഡ് മറ്റൊരു റോഡാണ്, PWD റോഡ്. ആ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാ. ആ റോഡിലോട്ട് കയറിയാൽ ചങ്ങനാശ്ശേരി വരെ റോഡ് നന്നാ. അതങ്ങനെ ചങ്ങനാശ്ശേരി വരെ റോഡ് നന്നായിട്ട് പുതുപ്പള്ളിയിലോട്ട് റോഡ് കയറുമ്പോൾ റോഡ് മോശമാവുന്നത്. ആ റോഡ് നന്നാക്കാത്ത എന്താ? അപ്പോൾ ഇത് കൃത്യമായ രാഷ്ട്രീയ വിവേചനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അയർക്കുന്നത്തെ വൃദ്ധസദനം, ആ വൃദ്ധസദനം സമരം ചെയ്തുകൊണ്ട് മാത്രം ഇവിടുന്ന് കൊണ്ടുപോയില്ല. ആ വൃദ്ധസദനവും കടുത്തിരുത്തി കൊണ്ടുപോകാനിരുന്ന അവസാനം സമരം ചെയ്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നിൽ ശക്തമായി എതിർപ്പ് പറഞ്ഞപ്പോൾ പാവപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഈ നാടിന്റെ ഭാഗമായി നിൽക്കുന്ന അവർക്ക് ഇവിടുന്ന് പോകണമെന്നില്ല എന്ന് ശക്തമായ രീതിയിൽ സമരം ചെയ്തു. എല്ലാ പാർട്ടിക്കാരും വന്നു, BJPക്കാരും CPI-ക്കാർ അടക്കമുള്ളവർ വന്നു സമരം ചെയ്തപ്പോഴാണ് അത് ഇവിടുന്ന് കൊണ്ടുപോകാതിരുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും സമരം ചെയ്യാൻ തുടങ്ങിയാൽ പുതുപ്പള്ളി എന്താ കേരളത്തിലല്ലേ? പുതുപ്പള്ളിയുടെ ജനങ്ങളും കാര്യം കൊടുക്കുന്നവരല്ലേ? ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യമൊന്നും പറയണ്ട. എനിക്ക് ഇന്നലെ മെസ്സേജുകളുടെ പരമ്പരയായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇവിടുത്തെ പ്രശ്നം ചോദിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ എണ്ണിയാണ് പറയുന്നത്. ചികിത്സ കിട്ടാൻ അവസരമില്ല, ഒരു തരത്തിൽ മരുന്നില്ല. ഇത് തന്നെയാണ് തോട്ടയ്ക്കാട് ആശുപത്രി അവസ്ഥ. ഓരോ ആശുപത്രി അവസ്ഥ എടുത്താലും ഈ തരത്തിൽ നമ്മുടെ നാടിനെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും അവസാനം മൃഗാശുപത്രി ഇവിടുന്ന് കൊണ്ടുപോയി വൈക്കത്തേക്ക്. ഇങ്ങനെ ലിസ്റ്റ് എടുത്താൽ എന്റെ അവഗണനയുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഞാനൊരു ദിവസം ഒരു കലോത്സവത്തിന് ഒരു സ്കൂളിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ കലോത്സവം, സബ് ജില്ല കലോത്സവം നടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നത്. എന്നെ കണ്ടു വിട്ടാരെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ എന്നെ വ്യക്തിപരമായി വിളിക്കാത്തത് ഞാൻ വരുന്നില്ല. പക്ഷെ ഇവിടുത്തെ MLA അറിയിക്കാതെ എല്ലാ പരിപാടികളും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആൾക്കാർ വിചാരിക്കും ഞാനിവിടെ സ്ഥലത്തില്ല. എന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെയുള്ള വളരെ ന്യായമായിട്ടുള്ള സമരം, ആ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ ഈ നാടിന്റെ അഭിമാനമായ ശ്രീ VM സുധീരൻ അവർ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എന്റെ പിതാവിനോട് കാണിച്ച സ്നേഹവും താല്പര്യവും എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഏറ്റവും അവസാനം അദ്ദേഹം ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട VM സുധീരൻ അവർ എന്റെ അടുത്ത് 3-4 പ്രാവശ്യം വിളിച്ചു, ഞാൻ ഇങ്ങോട്ട് വരണം, എനിക്ക് ഉമ്മൻചാണ്ടിയെ കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് വന്നു. എന്റെ കൂട്ടത്തിൽ, എന്റെ പിതാവിന്റെ കൂട്ടത്തിൽ 1.5 മണിക്കൂറാണ് ഇരുന്നത്. എന്റെ പിതാവ് കൈപിടിച്ചിരുന്ന് അദ്ദേഹത്തോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി മുന്നോട്ട് സംസാരിച്ചതും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കുന്നൊരു കാര്യമല്ല. വളരെ വലിയൊരു ആത്മബന്ധം ഇവർ തമ്മിലുള്ളത്, ആത്മബന്ധത്തിന്റെ കാഴ്ച എനിക്ക് അന്ന് കാണുവാൻ സാധിച്ചു. അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, ഏറ്റവും ആദർശത്തിന്റെ ആമുഖം എഴുതിയ ഈ നാടിന്, നമുക്ക് കേരളത്തിന് ഇന്ന് ആദർശ രാഷ്ട്രീയത്തിന്റെ ഒരു അനിവാര്യതയുണ്ട്. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു നേതാവ് നമ്മുടെ നാടിനെ ലഹരിയുടെ കേന്ദ്രമാക്കി സർക്കാർ മാറ്റി. ഇവിടുത്തെ മന്ത്രി പറയുന്നത് ഏത് നിമിഷവും പാമ്പാടിയിൽ 25 കിലോ കഞ്ചാവ് കിട്ടുമെന്നാ പറയുന്നത്. എന്താ ഇതിന് നടപടി എടുത്തിട്ടുള്ളത്? ഈ സർക്കാർ നടപടി എടുത്തിട്ടുണ്ടോ? കഞ്ചാവിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റി ഈ പുതുപ്പള്ളിയെ മാറ്റുവാൻ ശ്രമിക്കുന്നു, ഈ കോട്ടയത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നു. എന്താണ് സർക്കാർ എടുത്ത നടപടി? ഒരു നടപടി പോലും എടുത്തതായിട്ട് അറിയുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ലഹരിക്കെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ പ്രിയങ്കരനായ ശ്രീ VM സുധീരൻ അവർ, അദ്ദേഹമാണ് ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമ്മുടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ
ഇവിടുത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പിതാവ്, നമുക്കെല്ലാം സഹോദര സ്ഥാനീയനായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ MLA ആയി ചുമതല ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞ് അതിനുവേണ്ടി തന്റെ അർപ്പിതമായ ചുമതല നിറവേറ്റുന്നതിന്റെ ഭാഗമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടെല്ലാം നീതിരഹിതമായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിന്റെ ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ഗാന്ധിയൻ മാർഗത്തിൽ സമരപാതയിലേക്ക് വന്നിട്ടുള്ള, നിരാഹാര സമരപാതയിലേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ ജനപ്രതിനിധി പ്രിയങ്കരായ ചാണ്ടിക്കുഞ്ഞ്, സീനിയർ കോൺഗ്രസ് നേതാവും കേരള വിദ്യാർത്ഥി യൂണിയന്റെ കാലം മുതലേ വളരെ വളരെ അടുപ്പമുള്ള സഹോദരത്തുല്യമായി സ്നേഹബന്ധമുള്ള പ്രിയപ്പെട്ട KC ജോസഫ്, നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ഗിരീശൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സ്പീക്കറായ ജോഷി ഫിലിപ്പ്, UDF കൺവീനർ ഫിൽസൺ, നിയോജകമണ്ഡലം UDFന്റെ കൺവീനറായിട്ടുള്ള കുഞ്ഞ്, KPCC സെക്രട്ടറിമാരായിട്ടുള്ള കുഞ്ഞ് ഇല്ലമ്പള്ളി, പ്രിയ സഹോദരി സുധാപ്രിയ, ഇവിടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, കഴിഞ്ഞ ദിവസമാണ് ചാണ്ടിക്കുഞ്ഞ് എന്നെ വിളിച്ച് ഇങ്ങനൊരു നിരാഹാര സമരം ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഏകദിന നിരാഹാരത്തിലേക്ക് പോകുന്നു, ഞാൻ വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ വളരെ വിഷമം തോന്നി. മറ്റൊന്നുമല്ല, പുതുപ്പള്ളി നിയോജകമണ്ഡലം ദീർഘകാലമായി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി 1970 മുതൽ പ്രതിനിധീകരിക്കുന്ന പുതുപ്പള്ളി നിയോജകമണ്ഡലം, ആ നിയോജകമണ്ഡലത്തിലെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന ചാണ്ടി ഉമ്മൻ ഇവിടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനോട് സർക്കാർ നിഷേധഭാവം കാണിക്കുക, അതിനോട് അനുകൂലമായി ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുക, എനിക്ക് ആലോചിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു നിരാഹാര സമരത്തിലേക്ക് നമ്മുടെ കൊച്ചുമകൻ ചാണ്ടിക്കുഞ്ഞിനെ സർക്കാർ തള്ളിവിടാൻ പാടില്ലായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സർക്കാരിന്റെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഏകപക്ഷീയമായ തെറ്റായ സമീപനത്തിന്റെ സൃഷ്ടിയാണ് ഈ സാഹചര്യം. ജനകീയ സമരങ്ങളോട് സർക്കാരിന്റെ സമീപനം വളരെ മോശമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അടുത്ത കാലത്തെ ഒരുപാട് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശാ സഹോദരിമാർ സമരം ചെയ്ത് 65 ദിവസം പിന്നിട്ടു. സമരത്തിലൂടെ, നിരന്തരമായ സമരത്തിലൂടെ പ്രവർത്തിച്ച് അധികാരത്തിൽ വന്ന
തൊഴിലാളി വർഗ പക്ഷപാതിത്വമുള്ള ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ആ സമരത്തോട് കാണിക്കുന്ന തെറ്റായ സമീപനം നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ കോൺസ്റ്റബിൾ പട്ടികയിലുള്ള സഹോദരിമാർ അവരുടെ കാലാവധി കേസി അവസാനിക്കാൻ പോവുകയാണ്. ഈ ഏതാനും ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ സഹോദരിമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് അവരെ തിരിഞ്ഞു നോക്കാൻ സർക്കാരിന് സമയമില്ല. പക്ഷേ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി പ്രതികരിച്ച നിയോജകമണ്ഡലം എന്ന പശ്ചാത്തലമുള്ള ഉമ്മൻചാണ്ടിയുടെ ജനസേവനം കൊണ്ട് ധന്യമായ ഈ മണ്ണ്, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചാണ്ടിക്കുഞ്ഞ് പ്രതിദാനം ചെയ്യുന്ന ഈ മണ്ണ്, ഇവിടേക്ക് ന്യായമായ ആവശ്യങ്ങൾ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല. പലതും തറക്കല്ലിട്ടു, പക്ഷെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പലതും ബജറ്റിൽ നാമമാത്രമായി ഉൾപ്പെടുത്തി പ്രവർത്തനം മുന്നോട്ട് നീക്കുന്നില്ല. പലതും പണി പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിക്കാൻ തയ്യാറാകുന്നില്ല. ചില ഉദ്ഘാടന പരിപാടികളിലാകട്ടെ MLA പങ്കെടുപ്പിക്കുന്നില്ല, MLA ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇനി MLA ഏതെങ്കിലും നല്ല കാര്യങ്ങൾ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് സാമ്പത്തിക സ്രോതസ് കണ്ടെത്തി നടത്താൻ മുന്നോട്ട് വന്നാലാകട്ടെ അവിടെ സർക്കാരിന്റെ മറ്റൊരു ആനുകൂല്യവും അനുവദിക്കാതിരിക്കുന്ന സമീപനം വളരെ വളരെ തെറ്റായ, ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വമില്ലാത്ത, മാനുഷിക മൂല്യങ്ങൾക്ക് തെല്ലും വില കൽപ്പിക്കാത്തൊരു സമീപനമാണ് സർക്കാരിൻ്റേതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം, എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ അധികാരത്തിലുണ്ടായിട്ടുണ്ട്, എത്രയോ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാനൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ വന്ന് ASU പ്രസിഡന്റായി സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ സജീവമാകുന്നത് ശ്രീ K. കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി ആദരണീയനായ അച്യുത മേനോന് പിന്തുണ നൽകുന്ന ആ ഗവൺമെന്റ് കാലത്താണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ പ്രിയപ്പെട്ട അച്യുത മേനോനും MN ഗോവിന്ദൻ നായരും TV തോമസും അങ്ങനെ CPI നേതാക്കന്മാർ ഭരിച്ച ആ മുന്നണി സംവിധാനം ശ്രീ K. കരുണാകരനും വെള്ള ഈശ്വരനും ഡോക്ടർ KG അടിയോടിയും വക്കം പുരുഷോത്തമനും അവരൊക്കെ നയിച്ച പോൾ P. മാണിയും അതിനു മുമ്പ് KT ജോർജും അവരൊക്കെ നയിച്ച ആ ഗവൺമെന്റ് എത്ര ജനാധിപത്യപരമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികളോടും പ്രതിപക്ഷ MLA-മാർ പ്രതിദാനം ചെയ്ത നിയോജകമണ്ഡലത്തോടും വികസന കാര്യത്തിൽ സമീപനം പുലർത്തിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം, ശ്രീ K. കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ തന്നെ ശ്രീ അച്യുതാനന്ദൻ, ശ്രീ നയനാർ, അവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് പോലും ഈ തരത്തിലൊരു സമീപനം ഉണ്ടായതായി കാര്യമായൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ പിണറായി സർക്കാർ ഇന്ന് അധികാരത്തിലിരിക്കുമ്പോൾ വളരെ തെറ്റായ രീതിയിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് അഭിലഷണീയമായ ഉൾക്കൊള്ളേണ്ട ആ ഒരു സമീപനത്തിലേക്ക് തയ്യാറാകുന്നില്ല. അന്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വം, ജനങ്ങളെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കുക, ജനകീയ സമരങ്ങളോട് പുച്ഛഭാവത്തിൽ ഇടപെടുക, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുക, ഇങ്ങനെ വളരെ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കുന്ന നിഷേധഭാവത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സർക്കാരിന് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ എവിടെയെങ്കിലും സമയമുണ്ടോ? സാധനങ്ങളുടെ വില കുതിച്ചു കയറുമ്പോൾ സർക്കാർ എന്താ പ്രവർത്തിക്കുന്നത്? സർക്കാർ ഒന്നും പ്രതികരിക്കുന്നില്ല. നിഷ്ക്രിയഭാവത്തിലാണ് സർക്കാരിന്റെ സമീപനം.
നാട്ടിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ സർക്കാർ എന്താ ചെയ്യുന്നത്? കാര്യമായൊരു പ്രതികരണവും നടത്തുന്നില്ല, ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. എന്തിനേറെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം നിയമനം ഇത്രയും മോശമാക്കിയ ഒരു ഗവൺമെന്റ്. ഒന്നാമത് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി റിപ്പോർട്ട് ചെയ്ത് PSC ആളുകളെ തെരഞ്ഞെടുത്താലോ ഈ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ആ പട്ടികയ്ക്ക് സംഭവിച്ചതുപോലെ അവരോടെല്ലാം നിഷേധാത്മകമായ ഒരു സമീപനം. ഇങ്ങനെ പിന്നെ അന്ധമായ രാഷ്ട്രീയം വെച്ചു പുലർത്തി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുക, അതൊക്കെ സ്വന്തക്കാരെ നിയമിക്കുക, രാഷ്ട്രീയ പക്ഷപാത അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, ആ രീതിയിൽ വന്നിരിക്കുന്നു. രാജ്യത്തെ ക്രമസമാധാന നില ഇത്രയേറെ തകർന്നൊരു കാലമുണ്ടായിട്ടുണ്ടോ? നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കൂ. ദൃശ്യമാധ്യമങ്ങളാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഓരോ ദിവസവും അരങ്ങേറുന്ന അക്രമ സംഭവങ്ങൾ, കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഇത്രയേറെ പെരുകിയൊരു കാലമുണ്ടായിട്ടില്ല. അതിനൊക്കെ എല്ലാ വിധത്തിലും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ, വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കുന്ന തലത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇവിടെ 2016 പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുന്ന കാലത്ത് അധികാരത്തിൽ വരെ ഇടവരുത്തിയ തെരഞ്ഞെടുപ്പിൽ അവർ ജനങ്ങളുടെ മുമ്പാകെ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ മാനിഫെസ്റ്റോ? മദ്യം ഒരു മഹാവിപത്താണ്, അതിന്റെ കെടുതിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കണം, അതിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്ന ഒരു സമീപനമായിരിക്കും, ഒരു നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. മദ്യവർജനത്തിന് പ്രാധാന്യം കൊടുക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. മദ്യം പോലെ തന്നെ മയക്കുമരുന്നും കഞ്ചാവും ആപൽക്കരമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ആ കെടുതിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സാധാരണ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ്, ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ ചെയ്തെന്താ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ കേവലം 29 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്ന് 1000 കടന്നു. ഇപ്പോൾ ബാറുകൾ അനുവദിക്കുന്നത് എക്സൈസിന്റെ വെബ്സൈറ്റിൽ കാണിക്കാറില്ല. സുതാര്യമായിട്ടല്ല ഇതൊക്കെ അനുവദിക്കപ്പെടുന്നത്. തന്നെയുമല്ല, എല്ലാ തലങ്ങളിലേക്കും ഈ സർക്കാർ ഒരു കാര്യത്തിൽ മാത്രം വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മദ്യവ്യാപനത്തിന്റെ കാര്യത്തിൽ. എല്ലാ കാര്യത്തിലും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഒരു സമീപനം തന്നെ, അവരുടെ ധാരണ തന്നെ, ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കുക, അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ IT മേഖലയിലേക്കായിരിക്കുന്നു. തന്നെയല്ല, ടൂറിസം മേഖലയിൽ ടൂറിസത്തെ ബാധിക്കും. നമുക്കറിയാം, ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് മദ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ, ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ ആ കാലത്ത് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഭ്യന്തര ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകൾ എണ്ണം വർദ്ധിച്ചു, അതിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു. ഇപ്പോഴിതാ നേരത്തെ ഉണ്ടായിരുന്ന ഒഴിവു ദിവസങ്ങൾ പോലും, ഡ്രൈ ഡേകൾ പോലും പരിമിതമാക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു എല്ലാ തലങ്ങളിലും. തന്നെയുമല്ല, മദ്യം വ്യാപിപ്പിക്കുന്ന ഒരു ഭാഗത്ത്, തന്നെയുമല്ല അതേ സമയത്ത് തന്നെ മയക്കുമരുന്ന് വ്യാപിക്കുന്നു. മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിനും സർക്കാർ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ വ്യാപകമായി മയക്കുമരുന്ന് കേരളത്തിൽ പെരുകിയപ്പോൾ, വ്യാപിപ്പിച്ചപ്പോൾ ഈ സർക്കാർ എവിടെയായിരുന്നു? സർക്കാർ കൃത്യമായ സമയത്ത് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഇത്രയും വ്യാപകമായി വരുമോ? ഇന്ന് എന്താ സംഭവിക്കുന്നത്? മദ്യലഹരിയിൽ അച്ഛനെ കൊല്ലുന്നു, മദ്യലഹരിയിൽ അമ്മയെ കൊല്ലുന്നു,
മദ്യലഹരിയിൽ സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നു. മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി നിയമലംഘനം നടത്തുന്നു. നിയമപാലനം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മദ്യലഹരിയിൽ അവർ അവരുടേതായ നിലയിൽ തെറ്റായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ശരിക്കു പറഞ്ഞാൽ ഒരു ഭാഗത്ത് മദ്യലഹരി, മറുഭാഗത്ത് മയക്കുമരുന്ന് ലഹരി. ഈ രണ്ട് മയക്കുമരുന്ന് ലഹരിയിൽ പെട്ട് കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നൊരു സാഹചര്യം. കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നു. വിദ്യാർത്ഥികളുടെ ഇടയിൽ മയക്കുമരുന്ന് മൂലം ആകപ്പാടെ തകർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, ആരോഗ്യം തകരുന്നൊരവസ്ഥ, കുറ്റകൃത്യങ്ങളിലേക്ക് പുതിയ തലമുറ കടന്നു ചെല്ലുന്ന ഒരവസ്ഥ. ശരിക്കു പറഞ്ഞാൽ കേരളം കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ സമാധാനം തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ ഭദ്രത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കൊട്ടേഷൻ, മദ്യ മാഫിയ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ പെരുകി വരുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു കൊലക്കളമായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് സർക്കാർ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പെരുകി വരുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയമായ ആക്രമണങ്ങൾ പെരുകി വരുന്നൊരു കാലം. ശരിക്കു പറഞ്ഞാൽ ഈ സർക്കാർ ജനങ്ങൾക്കൊരു ഭാരമായി മാറിയിരിക്കുന്നു. ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഒരു അപമാനമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സർക്കാരിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നതിന് പകരം ഈ സർക്കാർ തെറ്റുകളിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞെ, ഒരിക്കലും ആ മനസ്സിന്റെ ആ ഒരു കാഴ്ചപ്പാട്, ആ ബലം വിട്ടുകളയാതെ സ്ഥിരോത്സാഹത്തോടുകൂടി പൊരുതുക. ഏത് പ്രതികൂല സാഹചര്യത്തെയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ കാലം. വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, കടന്നപ്പള്ളി, ആ ഒരു നില എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വസന്തകാലമായിരുന്നു അതെന്ന് ഞങ്ങൾ ഓർക്കാറുണ്ട്. ഉമ്മൻചാണ്ടിയും ആന്റണിയും വയലാർ രവിയും ഒക്കെ നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന അത് വ്യാപകമായി വിപുലമായി ദേശീയ തലത്തിൽ വന്നു. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കാർത്തികേയൻ ഉൾപ്പെടെയുള്ള ശ്രീ KC വേണുഗോപാൽ, അങ്ങനൊരു നിര രാജ്യവ്യാപകമായി വളർന്നു വന്നു. ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടായി. രാജ്യത്തിലുടനീളം മാതൃകാപരമായി പ്രവർത്തിച്ച സംഘടനാ പ്രവർത്തനത്തിലും ഭരണതലത്തിലും മികവ് തെളിയിച്ച നേതാക്കളാൽ സമ്പന്നമായിരുന്ന പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം. ശ്രീ കരുണാകരനും ആന്റണിയും ഒക്കെ നയിച്ച പ്രസ്ഥാനം. അതുപോലെ പരിണതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരിച്ച പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പഴയ പാരമ്പര്യം കൈവിട്ടുകൊണ്ട് കേരളത്തിന് അപമാനകരമായ രീതിയിൽ കേരളം വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലും സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എക്കാലത്തും മാതൃകാപരമായി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് കേരളം കുറ്റവാളികളുടെ നാടായി മാറിയിരിക്കുന്നു. കേരളം അധോലോകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങളെ സർവ്വതലത്തിലും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞ് താൻ പ്രതികരിക്കുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് നിരാഹാര സമരത്തിന് തയ്യാറായത്. തന്റെ വന്ധ്യ പിതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഈ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഭരണരംഗത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞാൽ അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ ഒരു വ്യത്യാസമില്ല. ന്യായമാണെങ്കിൽ, നീതിയുക്തമായ കാര്യമാണെങ്കിൽ, ജനതാൽപര്യം സംരക്ഷിക്കേണ്ട കാര്യമാണെങ്കിൽ അവിടെ ഇടപെടാൻ തെല്ലും മടിച്ചിട്ടില്ല. കൃത്യമായ സമയത്ത് ഇടപെടുന്നൊരു സമീപനമാണ്, പ്രശ്ന പരിഹാരമുണ്ടാക്കുന്ന സമീപനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ മാതൃക
തെല്ലെങ്കിലും ഉൾക്കൊള്ളാൻ പിണറായിയും കൂട്ടരും ഇനിയെങ്കിലും തയ്യാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞിന്റെ ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ നിരാഹാരം ചലനങ്ങൾ ഉണ്ടാക്കും. അലസ മനസ്സുകളിൽ സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ ഇടവരുത്തും. ജനാധിപത്യ താൽപര്യത്തിന് തെല്ലെങ്കിലും മുൻഗണന നൽകുന്നുണ്ടെങ്കിൽ, ജനതാൽപര്യത്തെ തെല്ലെങ്കിലും മാനിക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ താഴേക്ക് ഇറങ്ങി വരും, തെറ്റുതിരുത്താൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ സമയമേറെ എടുക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശൂരനാട് രാജശേഖരൻ അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് എനിക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അന്നേ ദിവസം ഞാൻ പാലക്കാട്ടായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി 10:40 ട്രെയിനിന് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. എന്നോട് ഞാനിങ്ങോട്ട് വരുന്ന അവസരത്തിൽ ഇതിനു മുമ്പ് സിജു കെ ഐസക് വിളിച്ചിരുന്നു. കുറച്ച് വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അനിയൻ മാത്യു വിളിച്ചിരുന്നു. അത്ര സമയത്തിൽ വരണോ എന്ന് ചോദിച്ചു. ഒരു 9:30 കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞ് രാവിലെ 8 മണിക്ക് സമരം ആരംഭിക്കുമ്പോൾ 8 മണിയല്ല 9 മണിക്ക് വരിക. 9 മണിക്ക് വന്ന് അദ്ദേഹത്തെ എല്ലാവിധ പിന്തുണയും നൽകുക, അദ്ദേഹത്തിന് ധാർമ്മികമായ കരുത്ത് കൂടുതലായി പകരാൻ നിങ്ങളോടൊപ്പം അണിചേരുക, അതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്നു. എല്ലാ വിധത്തിലും ഈ സമരം അതിന്റെ കൊള്ളേണ്ടടുത്ത് കൊള്ളട്ടെ, ഇതിന്റെ ലക്ഷ്യം എത്തേണ്ടടുത്ത് എത്തട്ടെ, വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമരം പര്യാപ്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മാതൃക ജനപ്രതിനിധി എന്ന സൽപ്പേരിന് അർഹനായിട്ടുള്ള നമ്മുടെ കൊച്ചുമകൻ, പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ, നമ്മുടെയൊക്കെ കൊച്ചുമകനാണ് പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞിന്റെ ധർമ്മസമരം ഒരു വൻ വിജയമായി മാറട്ടെ. ഒരു പരിധി വരെയെങ്കിലും ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഒരു പരിധി വരെയെങ്കിലും ഈ സർക്കാരിന്റെ അധര കർണങ്ങൾ തുറക്കാൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിച്ചുകൊണ്ട് എന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വിജയാശംസയുടെയും ഭാഗമായി ഞാൻ ഈ ഷോൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അത് സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി സമരം 8 മണിക്ക് തുടങ്ങി, അതുകൊണ്ട് ഉദ്ഘാടനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഹാരമണിയിക്കുന്നു. അത് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. വീരാ വീരാ വീര വീരാ 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 വിവാദങ്ങൾ അങ്ങനെ കായിരാ വിവാദങ്ങൾ ചോരവരാ വീരാ വേണേ ജീവൻ തന്നേക്കോ